ഫാറ്റ് ലോസിന് കലോറി ഡെഫിസിറ്റും മസിൽ ഗെയിനിന് കലോറി സർപ്ലസും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അറ്റ് ദ സെയിം ടൈം എങ്ങനെ ഫാറ്റ് ലൂസ് ചെയ്തുകൊണ്ട് മസിൽ ബിൽഡ് ചെയ്യും? ഇതിനാണ് ബോഡി റീകോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർ ബോഡി റീകോമ്പോസിഷൻ ചെയ്യാൻ ഈ 3 കാര്യങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നിങ്ങളുടെ ട്രെയിനിങ് ആണ്. നിങ്ങൾ ഹെവി ആയി ട്രെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മസിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഓരോ സെറ്റും ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്ത് മസിലിന് വേണ്ടത്ര മെക്കാനിക്കൽ ടെൻഷനും സ്ട്രെസ്സും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വെറുതെ കുറെ റാൻഡം വർക്കൗട്ട്സ് ചെയ്യാതെ ഒരു പ്രോഗ്രസീവ് ഓവർലോഡിംഗ് പ്രോഗ്രാം ഫോളോ ചെയ്യും. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ കലോറി ഇൻടേക്ക്. ഒരു ബോഡി റീകോമ്പോസിഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡെയിലി മെയിൻ്റനൻസ് കാലറിയുടെ 10% കൂടുതലോ കുറവോ ആയിരിക്കണം നിങ്ങളുടെ ഡെയിലി കാലറി ഇൻടേക്ക്. ഈ 10%-ൽ കൂടുതൽ നിങ്ങൾ കാലറീസ് കഴിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഫാറ്റ് ലൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ 10%-ൽ കുറവാണ് നിങ്ങളുടെ കാലറി ഇൻടേക്ക് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മസിൽ ബിൽഡ് ചെയ്യാനും പറ്റും. ആൻഡ് മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്ക് ആണ്. ആവശ്യത്തിന് പ്രോട്ടീൻ ഇൻടേക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡി വെയിറ്റും ഫാറ്റും കുറയ്ക്കാൻ പറ്റും. പക്ഷേ റൈറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കഴിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 1 കിലോഗ്രാം ബോഡി വെയിറ്റിന് 1.6 to 2 ഗ്രാം പ്രോട്ടീൻ എങ്കിലും കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെക്ക് ദ ലിങ്ക് ഇൻ മൈ ബയോ. ഐ വിൽ ഹെൽപ്പ് യു ടു ഡു എ ബോഡി റീകോൺ.